11 15 ഇവിടെ ഇരിക്കുന്ന ഇരുമ്പ് 11 15 ഇവിടെ വേണ്ട ഇവിടെ ഇരിക്കുന്ന ഇരുമ്പ് അത് ഭാര്യ കൊണ്ട് അയ്യത്ത് ആ തെങ്ങിൻ്റെ അപ്പുറത്ത് കൊടുക്കണം. പിന്നെ ആ വടക്കത്തുള്ള തെങ്ങ് തീൻ്റെ ചുരുങ്ങൂടെ കത്തിക്കാൻ ഞാനും എൻ്റെ അമ്മയും ഇവിടെ വേറെ ആരുമില്ല. ഇവിടെ 2 പേരുള്ളത് ഞാനും എൻ്റെ അമ്മയാണ്. പിന്നെ ഇപ്പം സുബ്രഹ്മണ്യൻ നിധി വഴി ഒരു കുരുടനുണ്ട്, സൽപ്പകവല്ലി എന്ന് പറയുന്നവളാ കുരുടനെ പിടിച്ച് വെച്ചിരിക്കുന്നത്. അവൻ്റെ വഴിയാണ് ഇത്. അതുവഴി പോകുന്നത് നമ്മുടെ വീട്ടിൽ വരുന്നവരല്ല. മനസ്സിലായില്ലയോ? ഇങ്ങനെ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കി ഇതുവഴി ഇങ്ങനെ നടക്കുക, ഇങ്ങനെ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ തനി കഥകൾ ഉണ്ടാക്കലാണ് ജോലി. എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഇവിടെ ഗേറ്റ് ഉണ്ട്. മനസ്സിലായി? ഈ ഗേറ്റ് ഇതുവഴി വരണം, എല്ലാം പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഞാനും എൻ്റെ അമ്മയാണ്. നിങ്ങൾക്ക് വേണ്ട കൂട്ട് കണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ എൻ്റെ അമ്മയുണ്ട്, വേറെ ആരുമില്ല. ഇവിടെ ഒരു കുരുടനും ഇല്ല, ഒരു കുരുടനെയും പിടിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നത് രാജസ്ഥാനിയാണ്. ഇങ്ങനെ തന്നെ പറയാം. ഞാൻ പിടിച്ചിരിക്കുന്നത് രാജസ്ഥാനി ജുൻജുനൂൺ ഡിസ്ട്രിക്റ്റുകാരനെയാണ്. ജുൻജുനൂൺ. അപ്പം അമ്മയുടെ വീട്ടുകാരുടെ ചിടാവേയും അച്ഛൻ വീട്ടുകാർ കേത്തടി എന്ന് പറയുന്നിടമാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇനി ജയ്പൂർ നാളെ താമസിക്കാൻ പോകും. ഇപ്പം ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുരുടനല്ലെന്നുള്ളത് മുകേഷ് കുമാർ എന്നാണ് പേര്, അഡ്വക്കേറ്റാണ്. എൻ്റെ അച്ഛനെ പോലെ ഏകദേശം നീളമുണ്ട്. അച്ഛനെക്കാട്ടി 1-2 ഇഞ്ച് കുറത്രേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ അത്രയും നീളമുള്ളവൻ തന്നെ. മനസ്സിലായില്ലേ? അല്ലാതെ കുരുടനെയൊന്നും പിടിച്ചിട്ടില്ല. ഇവിടെ ഒരു കുരുടനെ ഒട്ട് പിടിക്കുന്നുമില്ല. ഉമ്മാതെ കഥയുണ്ടാക്കുക നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങൾ തന്നെ പറയാം. ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട് ഇവൻ വിളിക്കുന്ന ചീത്തകൾ, നമ്മളെ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുക. നമ്മളെക്കുറിച്ചാണ് 24 മണിക്കൂറും ഡിസ്കഷനാണ്. എന്തൊരു ഡിസ്കഷനാണ് ഇത് ഈശ്വര! നമ്മളെക്കുറിച്ചാണ്. ഫോൺ വിളിച്ചാലും ഇങ്ങനെ ഇരിക്കുക, ഫോണും പിടിച്ചിങ്ങനെ നമ്മുടെ കാര്യവും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും ഞങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിപ്പോൾ ഇവന് ജോലി. ഇവന് വേറെ ജോലിയൊന്നുമില്ല. പിന്നെ തനിനിറം പറയുന്ന ഒരു മാഗസീൻ പോലും. അതിനകത്ത് എൻ്റെ അമ്മയെക്കുറിച്ച് എന്തോ 1967 എൻ്റെ അമ്മ ഏതോ ഒരു ബാലിൻ്റെ കഥകളോ പിന്നെ 67 കോമ്പൻസേഷൻ വാങ്ങിച്ചത്. നമുക്കിത് പരിപാടികളൊന്നും അറിയത്തില്ല, എന്ത് കോമ്പൻസേഷൻ എന്ന് തോന്നുന്നു. ഇവളുമാരിങ്ങനെ ഒത്തിരി തനിനിറമൊക്കെ വായിച്ച് 10ാം ക്ലാസ് ഒന്നും പാസ്സാവാതെ നടക്കുക. തനിനിറമൊന്നും നമ്മൾ വായിച്ചില്ല. ഞാനൊരു LLB MBA മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. എൻ്റെ അമ്മ ഒരു റിട്ടയർഡ് ടീച്ചറുമാണ്. മനസ്സിലായില്ലയോ? വേണ്ട ഞങ്ങൾ ജോലി ചെയ്യുക ഇങ്ങനെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഞങ്ങൾ ജോലി ചെയ്യുന്നത്? രാവിലെ നമ്മൾ ഇത് വിടുകയല്ലോ. നമ്മുടെ വീടിനകത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നവരെയും ഇതിടുന്നുണ്ട്. അവൻ തനി അനാവശ്യം തന്നെ പറയാം. നമ്മുടെ വീടാണ് ഇത് എൻ്റെ വീടാണ്. ഈ 3 ക്യാമറ, നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ആരാണ്ടൊക്കെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിരന്തരം കഥകളുണ്ടാക്കുക. വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബാക്കിൽ നിൽക്കാൻ പറ്റത്തില്ല, നമ്മുടെ മുഖത്തോട്ട് ടോർച്ച് അടിക്കുക. ഇതെല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇവനെ മജിസ്ട്രേറ്റിൻ്റെ കൈ കൊടുത്ത ഇവനെ അന്നേരം തൂക്കിയെടുത്ത് അകത്തിടും ആജീവനാന്തം. അത്ര ന്യൂയിസൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ന്യൂയിസൻസാണ്, ഭയങ്കര ന്യൂയിസൻസാണ് ഇതിനെക്കൊണ്ട്. സ്വാമി എന്തോ ഏതാണ്ട് സ്വാമി കഥകൾ. സ്വാമി ആ കമ്പി വെച്ച് കമ്പി വടിയും കൊണ്ട് അടിക്കാൻ വന്നെന്ന്. എന്തൊക്കെ നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് കഥകളാണ്, സ്ക്രിപ്റ്റഡ് കഥകളുമായിട്ട് നടക്കുക. സ്വാമി കമ്പി വടിയും കൊണ്ട് വന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കുറേ കഥയായിട്ട് അങ്ങനെ നടക്കുക. ഒരു പണിയില്ല കുറേ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചോദിക്കുമെന്നുള്ളത്. ആൾക്കാർ നിൽക്കുമ്പോഴേ പോയി ചെന്ന് ചോദിക്കത്തുള്ളൂ. നമ്മളെക്കുറിച്ച് അനാവശ്യം പറയേണ്ട കാര്യമില്ല. ഇവനിങ്ങനെ നമ്മളെക്കുറിച്ച് തനി അനാവശ്യം, ഇവനെക്കുറിച്ച് എന്തോ അനാവശ്യം പറയുന്നത് നമ്മൾ പറയുന്നത് ഇവൻ സൽപ്പകവല്ലിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്, ഇവൻ കുരുടൻ വന്ന് കയറിയിരിക്കുന്നത്, അവൻ ഈ വഴിയെ അവിടോട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ന്യായമായ കാര്യം, സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇവൻ നമ്മളെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ അനാവശ്യം തന്നെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് 50 വയസ്സ്, പിന്നെ ഹിന്ദിക്കാരനെ പിടിച്ച് എനിക്ക് 50 അല്ല 60 ഉണ്ട്. അവന് സന്തോഷമാട്ടെ. എനിക്ക് 60 വയസ്സാണ്. വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എനിക്ക് 60 വയസ്സാവും, പിന്നെ 70 ആവും, 80 ആവും, 90 ആവും. ഇവനാരാ എൻ്റെ വയസ്സ് ചോദിക്കാൻ? വയസ്സ് 50 ആവട്ടെ, 50 അല്ല, എനിക്ക് 60 ഉണ്ട്. എൻ്റെ കയ്യിൽ എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അല്ലാതെ അവനെ പോലെയല്ല, നല്ല ശരിക്കും അവൻ്റെ മോളെ പോലെയല്ല, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്ക് സെൻറ്റ് മേരീസ് കായംകുളത്തുനിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് 10ൻ്റെത്. മനസ്സിലായില്ലയോ? അവൻ്റെ മോളെ പോലൊന്നുമല്ല. തോറ്റും പഠിച്ചൊന്നും അങ്ങനെ ഒത്തിരി വയസ്സായതല്ല. എങ്ങും തോറ്റു പഠിച്ച് ഒത്തിരി വയസ്സൊന്നും ആയില്ല. LLB MBAയും പല ജോലി ചെയ്തതാണ് ഞാൻ. മുത്തൂറ്റ് LLB പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയി 2001 മുതൽ. എന്നിട്ട് ഇവൻ BJP എന്ന് പറയുന്നവൻ കാരണം നമ്മൾ പ്രാക്ടീസ് നിർത്തിയത്. നിൻ്റെ കായംകുളം കോടതിയുടെ പടിഞ്ഞാറെ ഗേറ്റ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ ചീത്ത വിളിക്കുമായിരുന്നു. നിൻ്റെ 2 ലക്ഷം പൂര, നിൻ്റെ കാറ് വിറ്റ് ബാങ്കിലിട്ടാൽ നിൻ്റെ 2 ലക്ഷം പൂരാന്നാണ് ഇങ്ങനെ അവൻ പറയുന്നത്. ഇങ്ങനെ അവൻ പറഞ്ഞ് നമ്മളെ കൊണ്ട് വിടാതിരുന്നത്. അവൻ LLBക്ക് കായംകുളം അടുത്തുള്ളവരടുത്ത് ചോദിച്ചാൽ മതി. നല്ല ഒന്നാന്തരം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. മനസ്സിലായില്ലയോ? ഒരെണ്ണം എന്നെപ്പോലെ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഒരു പെണ്ണുങ്ങളും ആണുങ്ങളും അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നല്ലപോലെ പ്രാക്ടീസ് ചെയ്തതാണ്, നല്ല ശരിക്ക്. ഇങ്ങനെ അങ്ങ് നടക്കുക നമ്മളെക്കുറിച്ച് അനാവശ്യം തന്നെ പറഞ്ഞുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിർത്തിയപ്പോൾ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും MBAയും പഠിച്ച് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് 7-8 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ MBA പഠിച്ച് കാറ്റാടി SBL ഇതിലെല്ലാം അസിസ്റ്റൻറ്റ് HR മാനേജറായിട്ട് എന്നെ ഇത് എടുത്തതുമാണ്. ഞാൻ നമ്മളെ മധുരയ്ക്ക് വിടാനായിരുന്നു ആ സാറ്, കരുനാഗപ്പള്ളിയിലുള്ള SBLൻ്റെ ഓണർ. ഇപ്പോൾ ഇവന്മാരാണ് എല്ലായിടവും വന്ന് ഇങ്ങനെ ഇതാക്കുന്നത്. പിന്നെ കാറ്റാടിയിലും അതുപോലെ തന്നെ നമ്മളവിടെ സുഖമായിട്ടിരുന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ജോലിയും ചെയ്ത് നമ്മുടെ കാര്യം നോക്കി ഒരു ഇതുമില്ലാതെ നമ്മുടെ കാര്യം നോക്കുമായിരുന്നു. കുറേ എണ്ണത്തിന് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം പെരുമ്പളോ ഏതാണ്ടൊക്കെ കൊടുത്തു എന്ന് കുറേ അവന്മാരിങ്ങനെ വരിക, ഒരു ജോലിയും വേലയൊന്നും ഇല്ലാത്ത ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി ഇരിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു എപ്പോഴും. കണ്ണിങ്ങനെ ഇറുക്കി ഇതുപോലെ ഇങ്ങനെ കുറേ തേർഡ് റേറ്റ്സിന് ഇവന്മാർക്ക് കിട്ടി, ക്രിമിനൽസിന് ഇങ്ങനെ ഇരിക്കുക. അതുപോലെ പിന്നെ ഒരുത്തി പ്രീതായസ് പണിക്കരെന്ന് പറഞ്ഞാൽ കാറ്റാടിക്കാരനെ വിളിച്ചതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഇരിപ്പുണ്ട് തെളിവുകൾ, മനസ്സിലായില്ലേ? നമ്മൾ ഇവളുമാരൊന്നും പോകുന്നിടത്ത് ഇങ്ങനെ വിളിച്ച് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക നമ്മളെ പുറകിന്. നമ്മളിങ്ങനെ തനിനിറം എന്ന് പറയുന്ന മാഗസീനൊന്നും വായിച്ചിട്ടില്ല. ഇവളുടെ സ്റ്റാൻഡേർഡ് അതാ. കുറയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവൾ കുറയ്ക്കുന്നത്. SNDPക്കാർ വരുമ്പോൾ അല്ല സതയപ്പണിക്കരുടെ മോക്ക് നങ്കളിയുടെ മോനെ പേടിക്കണോ? അല്ലെ നങ്കളി മോയുടെ മോനെയൊക്കെ പിടിക്കേണ്ട കാര്യമുണ്ട്? അവൻ തനിയെ അനാവശ്യം പറയാൻ അനാവശ്യം പറയും നമ്മളെക്കുറിച്ച്, തനിയെ അനാവശ്യം. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ കാണാൻ ഏതെങ്കിലും ഒരു അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. നമ്മൾ പാതിരാത്രിക്ക് ഇത് കാണിക്കുന്നുണ്ടല്ലോ, എൻ്റെ അമ്മയാണ് ഇവിടെ കിടക്കുന്നതെന്നുള്ളത്. പാതിരാത്രിക്ക് എൻ്റെ അമ്മ ഇവിടെ കിടക്കുന്നതെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. പാതിരാത്രിക്ക് വരെ തോന്നിയാച്ച കഥകൾ ഉണ്ടാക്കുക, വിചാരക്കഥകൾ, കുറേ കഥകളുമായിട്ട് നടക്കുക. കുറേ വേറെ ജോലിയൊന്നുമില്ല, മനസ്സിലായില്ലേ? കുറേ ജോലിയും വേലയൊന്നും ഇല്ലാത്ത കുറേ തേർഡ് റേറ്റ്സ് ഇങ്ങനെ നടക്കുക. ശ്രീരാജ് പണിക്കറിനെ ഞണ്ണാൻ വകയില്ല. അവൾ ചുമ്മാതെ എന്തുവാടെ പേര്, ജോളിമോടെ കൂട്ട് വലിയ MBA MBA അല്ല PhD മറ്റേതാ മറിച്ചേതാ എങ്ങാണ്ട് രാജസ്ഥാനിലോ എങ്ങാണ്ടാന്ന് PhD ഒരിക്കൽ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും പോയിട്ടില്ല. പിന്നെ ഓൺലൈൻ PhD ആരാണ്ട് പറയുന്നത്, ഓൺലൈനാണ്. അങ്ങനെ ലിങ്ക്ഡിൻ കണ്ടപ്പോഴത്തേനും അവിടെ വലിച്ചു വെച്ച് ഓടി, ലിങ്ക്ഡിനിൽ നിന്ന് വരെ കള്ളി എങ്ങാണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റൊക്കെ കറക്റ്റാണോ അറിയാമല്ലോ നിങ്ങൾക്ക്? നമ്മളൊരു ലിങ്ക്ഡിനിൽ നിന്ന് ഓടിയില്ലെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കറക്റ്റായിട്ടുള്ളത്. ഏതവനെയും കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. SDM ലോ കോളേജിൻ്റെയാണ്.